ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. അവസാനമെത്തുന്ന ഭക്തനും സുരക്ഷിത ദർശനം സാധ്യമാക്കുമെന്ന് ശബരിമല ADM അരുൺ എസ് നായർ പറഞ്ഞു. മകരവിളക്ക് ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. ജനുവരി 10-ന് മുൻപ് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി വിവിധ വകുപ്പുകൾ പുനരവലോകനം നടത്തുമെന്നും ADM അറിയിച്ചു. മകരവിളക്ക് ദർശനത്തിന് ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ശബരിമലയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയെന്ന് ശബരിമലയുടെ ചുമതലയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അരുൺ എസ് നായർ അറിയിച്ചു. അവസാനമെത്തുന്ന ഭക്തനും സുരക്ഷിത ദർശനം ഒരുക്കും. മകരവിളക്ക് ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി എല്ലാ വകുപ്പുകളുടെയും പ്രവർത്തനം ഊർജിതമാക്കിയിട്ടുണ്ട്. ജനുവരി 10-ന് മുൻപ് തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി വിവിധ വകുപ്പുകൾ പുനരവലോകനം നടത്തുമെന്നും ADM അറിയിച്ചു. ഭക്തന്മാർ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടി കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശോധന വരും ദിവസങ്ങളിൽ നടത്തുന്നതായിരിക്കും. അതിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വകുപ്പുമായിട്ടും ചേർന്നിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വിശദമായി തന്നെ പരിശോധിച്ചുകൊണ്ട് പഴുതടച്ച സുരക്ഷ തന്നെ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങളാണ് വകുപ്പുകൾക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളായിട്ടുള്ള വനം വകുപ്പ്, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് തുടങ്ങിയവരുടെ സേവനവും കൃത്യമായിട്ട് ഉറപ്പാക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വലിയാനവട്ടത്ത്, അതായത് പമ്പയിൽ വരാതെ തിരുവാഭരണം വരുന്ന വലിയാനവട്ടത്ത് ഇത്തവണ തിരക്ക് കൂടിയാലും തിരുവാഭരണ ഘോഷയാത്രയെ ബാധിക്കാത്ത രീതിയിൽ ക്രമീകരണങ്ങൾ നടത്താനുള്ള നിർദ്ദേശം വനംവകുപ്പിനും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മികച്ച രീതിയിൽ തന്നെയാണ് മകരവിളക്ക് മഹോത്സവവും ഈ സീസണിൽ മുന്നോട്ടേക്ക് പോകുന്നത്. മകരവിളക്ക് ദർശിക്കുന്നതിനായി ഭക്തന്മാർ കൂടുന്ന സ്ഥലങ്ങളിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസ്, വനം, ആരോഗ്യ വകുപ്പുകളെ ഏകോപിപ്പിച്ച് പരിശോധന നടത്തും. വലിയാനവട്ടത്ത് തിരക്കുണ്ടായാലും തിരുവാഭരണ ഘോഷയാത്രയെ ബാധിക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ സ്വീകരിക്കാൻ വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ADM പറഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര 12-ന് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടും. 14-ന് സന്നിധാനത്ത് എത്തിച്ചേരും. 14-ന് വൈകിട്ടാണ് മകരവിളക്ക് ദർശനം. ന്യൂസ് മലയാളം, സന്നിധാനം.